കൊള്ളാല്ലേ, ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒന്ന് കണ്ടു നോക്കണം തോന്നും. ഇതങ്ങ് ഫിക്സ് ചെയ്യാം. ഓ, നീ ഇവിടെ ഇരിക്കുമായിരുന്നോ? ഞാൻ നിന്നെ എവിടെയൊക്കെ നോക്കി ഇത്ര നേരം. എന്തായിരുന്നു കാര്യം? റിൻസി, നീ എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനായിട്ട് സ്റ്റോക്കും മ്യൂച്വൽ ഫണ്ടൊക്കെ സംസാരിക്കാറുള്ളത്. പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട്. ഈ സ്റ്റോക്സിൽ ഇപ്പോൾ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഓരോ കമ്പനിയെ പറ്റിയും എനിക്ക് നല്ല നോളജ് വേണം. അപ്പം അതുകൊണ്ട് തന്നെ കണ്ണിപ്പെടുന്ന എല്ലാ കമ്പനിയിലൊന്നും പോയി അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അവിടെ ഫണ്ട് മാനേജേഴ്സ് അല്ലേ എനിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പോൾ എനിക്ക് ഇൻട്രാഡേ ചെയ്യാനും പറ്റില്ലല്ലോ. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. എനിക്കിപ്പം ഡൈവേഴ്സിഫിക്കേഷനും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നു, അതുപോലെ തന്നെ പ്രൊഫഷണൽ മാനേജ്മെന്റും ഇതെല്ലാം കൂടി വരുന്ന എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അതായത് നിനക്ക് ബേസിക്കലി സ്റ്റോക്കിന്റെ മ്യൂച്വൽ ഫണ്ട് ഒരു കോമ്പിനേഷൻ വേണം, അതല്ലേ കാര്യം? അത് തന്നെ, ഇത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ശരിയാക്കി തരാം. നീ ETFs കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ നമുക്ക് അത് പറയാനുള്ള സമയമായി. എൻ്റെ അടുത്ത വീഡിയോ ഇനി അതാണ്. അപ്പം നീ വായിച്ചോണ്ടിരിക്കുന്ന ഈ സ്ക്രിപ്റ്റോ? അത് കുഴപ്പമില്ല, അതൊരു ക്ലിക്ക് ബൈറ്റ് ആയിരുന്നു. ഒരു ബിഗിനർ എന്ന നിലയിൽ ETFs കുറിച്ച് നിങ്ങൾ അറിയേണ്ടതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം എങ്ങനെയാണ് ETF വർക്ക് ചെയ്യുന്നത്, ETFs ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ എങ്ങനെ നമുക്ക് ഇൻവെസ്റ്റിംഗ് തുടങ്ങാമെന്നുള്ളതൊക്കെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നതായിരിക്കും. സോ നിങ്ങളിപ്പോൾ ഒരു പെന്നും പേപ്പറൊക്കെ എടുത്ത് വേഗം ഇരുന്നോ, നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. നമുക്ക് ബേസിക്സ് തുടങ്ങാം. അപ്പോൾ എന്താണ് ശരിക്കും ETF അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറയുന്നത്? അപ്പം നിങ്ങൾക്ക് ഇതൊരു മ്യൂച്വൽ ഫണ്ട് പോലെ നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെയാണ്. അപ്പോൾ പല ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് പണമൊക്കെ കളക്ട് ചെയ്തിട്ട് അത് വെച്ച് അസറ്റ്സ് വാങ്ങും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് ETFs നമുക്ക് സ്റ്റോക്സ് പോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഒരു റെഗുലർ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ETFs വ്യത്യസ്തമാക്കുന്ന 2 ഫീച്ചേഴ്സ് ഉണ്ട്. ആദ്യത്തെ കാര്യം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. അതായത് മ്യൂച്വൽ ഫണ്ട് പോലെയല്ല, ETFs നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞത് പാസീവ് മാനേജ്മെന്റ് ആണ്. ഇപ്പോൾ നോർമലി ബെഞ്ച് മാർക്ക് ഇൻഡെക്സിലേക്ക് ഇപ്പം Nifty 50 അല്ലെങ്കിൽ സെൻസെക്സിനെയൊക്കെയാണ് ETF ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പാസീവ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ Nifty 50 ETF ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്ത്യയിലെ ടോപ്പ് 50 കമ്പനികളുടെ ഒരു ചെറിയൊരു പീസ് വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം അത് കൊള്ളാമല്ലേ? ഇനി നമുക്ക് എങ്ങനെയാണ് ETF വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഫണ്ട് ക്രിയേഷൻ ആണ്. അപ്പോൾ ഫണ്ട് മാനേജേഴ്സ് ഒരു സ്പെസിഫിക് ഇൻഡെക്സ് അല്ലെങ്കിൽ തീം റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു പോർട്ട്ഫോളിയോ വാങ്ങിക്കൊണ്ട് ETF ക്രിയേറ്റ് ചെയ്യും. രണ്ടാമത് ഈ ഒരു സെക്യൂരിറ്റീസ് പല ഷെയർസ് അല്ലെങ്കിൽ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, എന്നിട്ട് ഇൻവെസ്റ്റേഴ്സിന് വിൽക്കും. എന്നിട്ട് നമ്മളെപ്പോലുള്ള ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്സ് പോലെ തന്നെ ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു ബ്രോക്കർ ത്രൂ ഈ ETF യൂണിറ്റ്സ് ട്രേഡ് ചെയ്യും. ഇനി ETFs NAV ഉണ്ട്. അപ്പോൾ അവരുടെ മാർക്കറ്റ് പ്രൈസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ച് ത്രൂ ഔട്ട് ദ ഡേ ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഇപ്പം നിങ്ങൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും ETF എന്ന് പറഞ്ഞാൽ ഏകദേശം സ്റ്റോക്ക് പോലെ തന്നെയാണല്ലോ എന്ന്. ചിലർ ഓർക്കുന്നുണ്ടാവും ഇത് ഏകദേശം മ്യൂച്വൽ ഫണ്ട് പോലെയാണല്ലോ എന്ന്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ല നിങ്ങൾക്കത്? അത് നമുക്ക് ആദ്യം ഒന്ന് ക്ലിയർ ആക്കാം. അപ്പോൾ ETF സ്റ്റോക്സ് അതുപോലെ മ്യൂച്വൽ ഫണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ETF വേഴ്സസ് സ്റ്റോക്സ് നോക്കാം. അപ്പോൾ നമ്മളൊരു സ്റ്റോക്സ് വാങ്ങുമ്പോൾ നമ്മളൊരു സിംഗിൾ കമ്പനിയിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ETF നമ്മുടെ അസറ്റ്സിൻ്റെ ഒരു ഡൈവേഴ്സിഫൈഡ് ബാസ്ക്കറ്റിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനിയിപ്പം നമ്മൾ ETF അതുപോലെ മ്യൂച്വൽ ഫണ്ട്സും കൂടി നമ്മൾ പറയാം. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഡേ എൻഡിങ് NAV നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. ഇനി ETF ആണെങ്കിൽ മാർക്കറ്റ് അവേഴ്സിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. ഇനിയിപ്പം ആക്റ്റീവ്ലി മാനേജ് ഫണ്ട് വെച്ച് നോക്കുമ്പോൾ ETFs എക്സ്പെൻസ് റേഷ്യോ കുറവാണ്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് മെയിൻ ഡിഫറൻസും കൂടി ഉണ്ട്, അതുകൂടി ഞാൻ പറയാം. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് മുകളിലുള്ള കൺട്രോളിൻ്റെ ടേംസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്സിനാണ് കൂടുതൽ കൺട്രോൾ. അത് കഴിഞ്ഞാണ് ETFs അതുപോലെ മ്യൂച്വൽ ഫണ്ടൊക്കെ വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ റിസ്ക് നോക്കുകയാണെങ്കിൽ റിസ്ക് കൂടുതലും സ്റ്റോക്സിനാണ്. കാരണം സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് പല ഫാക്ടേഴ്സ് അനുസരിച്ചാണ് വരുന്നത്. അപ്പോൾ അതിൽ വരുന്നതാണ് കമ്പനിയുടെ പെർഫോമൻസ് ഒക്കെ. ഇനി മ്യൂച്വൽ ഫണ്ട് അതുപോലെ ETF എന്ന് പറഞ്ഞാൽ അതൊരു ഡൈവേഴ്സിഫൈഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്നാലും ഇവിടെയും മാർക്കറ്റ് റിലേറ്റഡ് റിസ്ക് എന്തായാലും ഉണ്ട്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, അതായത് നിങ്ങളിപ്പോൾ ഒരു ബുഫേ പോവാണ്. അപ്പോൾ അവിടെ പല ഡിഷുകളുണ്ട്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ ഡിഷും നമുക്ക് സ്റ്റോക്കാണെന്ന് നമുക്ക് പറയാം. ഇനിയിപ്പം പ്രീ പാക്ഡ് ആയിട്ടുള്ള ലഞ്ച് ബോക്സുകൾ ഉണ്ടാവും, അത് നമുക്ക് മ്യൂച്വൽ ഫണ്ട് ആയിട്ട് നമുക്ക് പറയാം. ഇനിയിപ്പോൾ ETF ആണെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന ഒരു കസ്റ്റമൈസബിൾ മീൽ കോംബോ പോലെയാണ്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ETFs നമുക്ക് നോക്കാം. ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് 4 പ്രൈമറി കാറ്റഗറി ETFs ആണുള്ളത്. ആദ്യത്തെ ഗോൾഡ് ETF ആണ്. അപ്പോൾ ഇതൊക്കെ ഫിസിക്കൽ ഗോൾഡ് ബാക്ക്ഡ് ആണ്. അതുപോലെ ഇൻഫ്ലേഷൻ അഗേൻസ്റ്റ് നമുക്ക് ഹെഡ്ജ് ചെയ്യാവുന്ന നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ക്വാളിറ്റി, റീസെയിൽ വാല്യൂ, അത് ടാക്സ് ബെനിഫിറ്റ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് റിയൽ ഗോൾഡിനേക്കാളും ETFs അവർക്ക് താല്പര്യം കൂടുതൽ. ഇനി രണ്ടാമത് ഇക്വിറ്റി ETFs ആണ്. അപ്പോൾ ഇക്വിറ്റി ETFs എന്ന് പറഞ്ഞാൽ Nifty 50 അല്ലെങ്കിൽ സെൻസസിനെ ട്രാക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ പല സ്റ്റോക്സിലേക്ക് നമുക്ക് എക്സ്പോഷർ ലഭിക്കും. അതുപോലെ ലോങ് ടേം വെൽത്ത് ക്രിയേഷനും നല്ലതാണ്. അടുത്ത ഡെറ്റ് ETFs ആണ്. ഇപ്പോൾ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ലൈക്ക് ഇപ്പോൾ ഗവൺമെന്റ് ബോണ്ട്സ്, കോർപ്പറേറ്റ് ബോണ്ട്സ് ഒക്കെ. അതായത് ഒരു സ്റ്റേബിൾ റിട്ടേൺ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ഇത് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സിനേക്കാളും ലെസ് എക്സ്പെൻസീവ് ആണ് ഇത്. അടുത്തത് ഇന്റർനാഷണൽ എക്സ്പോഷർ ഉള്ള ETFs.
അപ്പോൾ ഇതുവഴി നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് ഇന്ത്യയുടെ പുറത്തുള്ള എക്കോണമിയിലേക്ക് നമുക്ക് എക്സ്പോഷർ ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് എന്താണ് ETF എന്നുള്ളൊരു ഐഡിയ കിട്ടിയില്ലേ? അപ്പോൾ പല ടൈപ്സ് ഓഫ് ETFs ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഡിഫറൻസ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ETF-ന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ലിക്വിഡിറ്റി ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് സെല്ല് ചെയ്യണോ? അപ്പോൾ ETFs നമുക്ക് സ്റ്റോക്സ് പോലെ തന്നെയാണ്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് വാങ്ങാനും വിൽക്കാനും സാധിക്കും. രണ്ടാമത്തെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതായത് മ്യൂച്വൽ ഫണ്ടിനേക്കാളും കുറവ് എക്സ്പെൻസ് റേഷ്യോ ആണ് ETFs വരുന്നത്. അപ്പോൾ ETFs എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട്സിനൊക്കെ ഇപ്പോൾ 2% വരെ എക്സ്പെൻസ് റേഷ്യോ ഉള്ളപ്പോൾ ETFs-നൊക്കെ കുറഞ്ഞത് 0.35% ഒക്കെയാണ് എക്സ്പെൻസ് റേഷ്യോ വരുന്നത്. അടുത്ത ബെനിഫിറ്റ് ട്രാൻസ്പെറൻസി ആണ്. ഇപ്പോൾ ഡെയിലി ETFs അവരുടെ ഹോൾഡിങ്സ് ഡിസ്ക്ലോസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അടുത്ത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഇപ്പം ഗോൾഡ് ETFs ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇക്വിറ്റി ETFs ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് ETFs ആയിക്കോട്ടെ, പല അസറ്റ് ക്ലാസ്സിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ETFs സഹായിക്കും. ഇനി നമ്മൾ ETFs-ലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിസ്ക് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു ETFs-ൽ നമുക്ക് മാർക്കറ്റ് റിലേറ്റഡ് റിസ്ക് ഉണ്ടെന്ന്. അപ്പം അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. അപ്പം നമ്മൾ ആദ്യമേ പറയാനുള്ളത് ഇതാണ്: ഏതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ അതിലൊക്കെ നമുക്ക് എന്തായാലും റിസ്ക് ഉണ്ട്. റിസ്ക് ഇല്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനും ഇല്ല. അതുപോലെ തന്നെയാണ് ETFs-ന്റെ കാര്യം വരുന്നത്. സോ നിങ്ങളിപ്പോൾ ഈ ഒരു ETF ഓപ്ഷൻ നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ മാർക്കറ്റ് റിസ്ക് തന്നെയാണ്. കാരണം ഇൻഡെക്സ് ആണല്ലോ ETF ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ഫ്ലക്ച്വേഷൻസ് വരും. ഇനി അടുത്ത ട്രാക്കിംഗ് എറർ ആണ്. അപ്പോൾ ഇൻഡെക്സ് പെർഫോമൻസ് റെപ്ലിക്കേറ്റ് ചെയ്യാണ് ETFs ലക്ഷ്യമിടുന്നത്. പക്ഷേ ചെറിയ ഡീവിയേഷൻ ഒക്കെ അതിൽ വേണമെങ്കിൽ സംഭവിക്കാം. അപ്പോൾ അതിനാണ് നമ്മൾ ട്രാക്കിംഗ് എറർ എന്ന് പറയുന്നത്. അടുത്തത് ലിക്വിഡിറ്റി റിസ്ക് ആണ്. ഇപ്പോൾ എല്ലാ ETFs-ഉം ലിക്വിഡ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ ലിക്വിഡിറ്റി കുറവുള്ള ETFs ആണെങ്കിൽ നമ്മൾ യൂണിറ്റ്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടുണ്ടാക്കാനൊക്കെ അവസരമാക്കും. ഇനി അടുത്ത കറൻസി റിസ്ക് ആണ്. അതായത് ഇന്റർനാഷണൽ എക്സ്പോഷർ ഉള്ള ETFs-ൽ കറൻസി ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ അത് റിട്ടേൺസിനെ ബാധിക്കാം. ഇനി ഇതുകൂടാതെ വേറെ കുറച്ച് റിസ്ക്കും കൂടിയുണ്ട്. അപ്പോൾ ചില ETFs-നൊക്കെ ട്രേഡിംഗ് വോളിയം കുറവായിരിക്കും. അതുപോലെ ബിഡ് ആ സ്പ്രെഡ് വൈഡ് ആയിരിക്കും. അപ്പോൾ ഇത് കാരണം നമ്മളെപ്പോലെ ഇൻവെസ്റ്റേഴ്സ് ട്രേഡ് ചെയ്യുമ്പോൾ ആവശ്യത്തിനുള്ള ലിക്വിഡിറ്റി ഉണ്ടാവില്ല. അതുപോലെ തന്നെ ട്രാക്കിംഗ് എററും കൂടാം. പിന്നെ ETF-ന്റെ പ്രൈസ് ഒക്കെ സ്റ്റോക്ക് പോലെ തന്നെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് പാനിക്കായിട്ട് സെല്ല് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ നമ്മുടെ ചാൻസ് ഒക്കെ പോയാലോ എന്ന് ഓർത്തിട്ട് വേണമെങ്കിൽ നമ്മൾ ചാടിക്കറി വാങ്ങാനുള്ള ചാൻസ് ഇവിടെയുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഞാനിപ്പം ETF-ൽ വരുന്ന എല്ലാം തന്നെ ഡിസ്കസ് ചെയ്തു, പക്ഷേ ETF-ൽ ടാക്സേഷൻ എന്താണെന്ന് പറയാത്തതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ETF-ന്റെ ടാക്സേഷൻ നോക്കാം. അപ്പം ടാക്സേഷൻ അറിഞ്ഞാലാണല്ലോ നമുക്ക് കറക്റ്റായിട്ട് എത്ര പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതൊന്ന് കണക്ക് കൂട്ടാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ? സോ നമുക്ക് നോക്കാം, ടാക്സേഷൻ മനസ്സിലാക്കാം. അപ്പം ETF-ൽ നമുക്ക് വരുന്ന ഇൻകം ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ടാക്സിൻ്റെ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്നുള്ളത് പറയാം. അപ്പോൾ ETFs എന്ന് പറഞ്ഞാൽ പല ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു മിക്സ് ആണ്. അതായത് സ്റ്റോക്സ്, സെക്യൂരിറ്റീസ് ഒക്കെ. അപ്പോൾ നമുക്ക് സ്റ്റോക്സിൽ നമുക്ക് ഡിവിഡൻഡ് നമുക്ക് ഏൺ ചെയ്യാം. അപ്പോൾ ഇതൊന്നെങ്കിൽ നമുക്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹയർ റിട്ടേൺസിനായിട്ട് നമുക്ക് നമ്മുടെ ഇതിലേക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യപ്പെടും. ഇനി ETFs-ൽ നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ വാങ്ങുകയും വിൽക്കുകയും നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ETF വാങ്ങി എന്നിട്ട് വില കൂടുമ്പോൾ നമ്മൾ വിൽക്കുവാണ്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. സോ നമ്മൾ മെയിൻലി ഇവിടെ 2 ടൈപ്പ് ഇൻകം ആണ് നമുക്കുള്ളത്. അത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഡിവിഡൻഡ് അതുപോലെ ക്യാപിറ്റൽ ഗെയിൻ. ഇനി നമുക്ക് ടാക്സേഷൻ നോക്കാം. ഇപ്പോൾ ഡിവിഡൻഡ് വഴി നമുക്ക് കിട്ടുന്ന ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് വരുന്നത്. അത് നമ്മുടെ ടോട്ടൽ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ച് അത് ടാക്സ് അടയ്ക്കണം നമ്മൾ. ഇനിയിപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിരിക്കും വരുന്നത്. അതായത് നമ്മളിപ്പോൾ സ്റ്റോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമ്മൾ വാങ്ങിയിട്ട് 1 വർഷം വരെ നമ്മൾ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് നമ്മൾ പറയുന്നതാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന്. ഇപ്പം 1-ൽ കൂടുതൽ വർഷം നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് നമ്മളത് വിറ്റ് നമുക്ക് അതിൽ നിന്നൊരു പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന്. ഇനി ഇവിടെ ടാക്സേഷൻ എങ്ങനെയാണ് എന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 112A കീഴിൽ ഇപ്പോൾ ഒരു അസറ്റ് 2024 ജൂലൈ 23 മുമ്പ് വിറ്റ് നമുക്ക് അതിൽ നിന്ന് ഒരു 1,25,000 കൂടുതൽ പ്രോഫിറ്റ് ലഭിക്കുകയാണെങ്കിൽ 10% ആയിരിക്കും ടാക്സ് റേറ്റ്. ഇനി നമ്മളിപ്പോൾ 2024 ജൂലൈ 23 അല്ലെങ്കിൽ അതിനുശേഷമാണ് വിൽക്കുന്നതെങ്കിൽ ടാക്സ് റേറ്റ് 12.5% ആയിരിക്കും. ഇതുപോലെ സെക്ഷൻ 111A പ്രകാരം 2024 ജൂലൈ 23 മുമ്പാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരുന്നത് 15% ആയിരിക്കും. ഇനി ഈ ഒരു ഡേറ്റോ അല്ലെങ്കിൽ അതിനുശേഷമാണ് വിൽക്കുന്നതെങ്കിൽ 20% ആയിരിക്കും ടാക്സ് റേറ്റ്. സോ ഈ ഒരു ടാക്സ് ഫ്രെയിം തന്നെയായിരിക്കും ഗോൾഡ്, ഡെറ്റ് അതുപോലെ ബാക്കിയുള്ള ETF-ലും വരുന്നത്. ഇനി നമുക്ക് സ്വന്തം എങ്ങനെ ഒരു ETF സെലക്ട് ചെയ്യാം ഇതും കൂടി ഞാൻ പറയാം. അപ്പോൾ ETF-ൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും മുമ്പ് നമ്മൾ നോക്കേണ്ട കുറച്ച് ചെക്ക് ലിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പം ജസ്റ്റ് നമ്മൾ ഈ പറയുന്ന ചെക്ക് ലിസ്റ്റ് ഒക്കെ നിങ്ങൾ ടെക്ക് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു ETF കിട്ടുമെന്നല്ല നമ്മൾ ഈ പറയുന്നത്. നമ്മൾ നല്ലൊരു ETF സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിൽ റിസർച്ച് ചെയ്യണം. എന്നിട്ട് മാത്രമേ നമ്മൾ തീരുമാനം എടുക്കാവുള്ളൂ. അപ്പോൾ ചെക്ക് ലിസ്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഗോൾ എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുക. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗ്രോത്തിനാണോ അല്ലെങ്കിൽ ഇൻകത്തിനാണോ അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ ആണോ.
അപ്പോൾ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ഏതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത എക്സ്പെൻസ് റേഷ്യോ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫണ്ട് മാനേജേഴ്സ് നമ്മുടെ ഫണ്ട് മാനേജ് ചെയ്യുന്നതിന് നമ്മുടെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യുന്ന ഒരു ഫീ ആണിത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിനേക്കാളും ETF-സിനൊക്കെ എക്സ്പെൻസ് റേഷ്യോ കുറവാണ്. എന്നാലും നമ്മളിത് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. കുറവ് എക്സ്പെൻസ് റേഷ്യോ ഉള്ള ETF എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അടുത്ത് നമ്മൾ ഫണ്ടിൻ്റെ ലിക്വിഡിറ്റി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ട്രേഡിംഗ് വോളിയം നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ബിഡ് ആ സ്പ്രെഡ് എങ്ങനെയാണ് എന്നതും കൂടി ഒന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ട്രേഡിംഗ് വോളിയം കൂടുതലാണെങ്കിൽ ബിഡ് ആ സ്പ്രെഡ് നാരോ ആയിരിക്കും. ഇനി ട്രേഡിംഗ് വോളിയം കുറവാണെങ്കിൽ ബിഡ് ആ സ്പ്രെഡ് വൈഡ് ആയിരിക്കും. ഇനി അടുത്ത് പെർഫോമൻസ് നമ്മൾ റിവ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് ETF-ന്റെ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് അതുപോലെ ട്രാക്കിംഗ് എറർ നമ്മൾ നോക്കണം. പിന്നെ ഫണ്ട് മാനേജേഴ്സിന്റെ പെർഫോമൻസും കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നമ്മളെ സഹായിക്കും. ഇനി അടുത്ത് ETF ട്രാക്ക് ചെയ്യുന്ന ഇൻഡെക്സിൽ നമ്മൾ കംഫർട്ടബിൾ ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതായത് നമ്മുടെ ഫൈനാൻഷ്യൽ ഗോളൊക്കെ ആയിട്ട് ഒത്തുപോകുന്നതാണോ എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. നിങ്ങളിപ്പോൾ ഒരു ബിഗിനറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തുണ്ടാവില്ല. സോ ബിഗിനേഴ്സിന് ഞാൻ ഇവിടെ മറന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ നിങ്ങൾക്ക് ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നിങ്ങളൊരു ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ETFs വാങ്ങാനും വിൽക്കാനൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഓൺലൈൻ വഴി ഡിമാറ്റ് അക്കൗണ്ട് ഒക്കെ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ ടിപ്സ് ഒക്കെ വെച്ച് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോളിന് ചേരുന്ന കുറച്ച് ETFs നിങ്ങളൊന്ന് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. ഇനി നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് കയറിയിട്ട് ETFs നിങ്ങൾ സെർച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ബൈ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോക്സ് പോലെ തന്നെ ലിമിറ്റ് ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അടുത്ത് നിങ്ങൾ ETF-ന്റെ പെർഫോമൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ആവശ്യമനുസരണം നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിങ്ങൾ റീബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ ETF-ലേക്കൊക്കെ ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ തുടങ്ങുക. എന്നിട്ട് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതൊക്കെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ETF-ലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്ക് ഇവിടെ ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട്. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഇൻവെസ്റ്റർ ആണ്, അല്ലെങ്കിൽ ഇപ്പം അധികം റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലാത്ത ഇൻവെസ്റ്റർ ആണ്, ലൈക്ക് ഇപ്പോൾ ഡെറ്റ് സ്കീമിലേക്കൊക്കെയാണ് താല്പര്യമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഇന്റർനാഷണൽ എക്സ്പോഷർ ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റർ ആണെങ്കിലും ETFs എല്ലാവർക്കും പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ തന്നെയാണ്. സോ ഇന്ന് നമ്മൾ ETF-നെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് യാതൊരു തരത്തിലുള്ള റെക്കമെൻഡേഷൻ എല്ലാം നമ്മളിവിടെ എടുത്തു പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഗ്രോ മലയാളം കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.